ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 5 ആണ് ഇന്ന്. ഡേ 3യിൽ നമ്മൾ നല്ല രീതിക്ക് മോയ്സ്ചർ തരുന്ന ഒരു പാക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ അത്യാവശ്യം നല്ല ഓയിലി ആയിട്ട് കിടക്കുകയാണ്. അതായത് ഓയിൽ അധികം ചെന്നിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഉള്ളില്ലാത്ത അവസ്ഥയിലാണ് മുടിയുള്ളത്. ഇന്ന് നമുക്ക് മുടിയുടെ കംപ്ലീറ്റ് ടെക്സ്ചറും മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതായത് നല്ലൊരു കെരാറ്റിൻ പാക്ക്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കെരാറ്റിൻ പാക്കിനോട് വളരെയധികം താല്പര്യമായിരിക്കും. എനിക്കും അതുപോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ, അതായത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടിയുടെ ടെക്സ്ചർ പാടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കെരാറ്റിൻ പാക്ക്. ഇപ്പോൾ ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഉള്ളുള്ള പോലെയും നമ്മുടെ ഉള്ള മുടി ഡബിളായി തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാനും സോഫ്റ്റ് ആകാനും കൂടാതെ സ്മൂത്ത് ആയി കിടക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി കിളിക്കാൻ സഹായിക്കും. ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ പാക്ക് കൂടിയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഫംഗ്ഷൻ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ ഈ പാക്ക് ഇടുക. അതിലൂടെ നമുക്ക് മുടിക്ക് നന്നായിട്ട് തിക്നെസ് വെക്കുകയും കൂടാതെ മുടി നന്നായിട്ട് നല്ല ഷൈനിങ്ങോടെ കിടക്കാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്ത് കളയേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ആതിര, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക, കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിൽ ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിവിടെ തലേ ദിവസം കുതിർക്കാനിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ 3 സ്പൂൺ അളവിലൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉഴുന്ന് നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുമാത്രമല്ല, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റിയെടുക്കാനും ഉഴുന്ന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ ഉഴുന്നൊക്കെ എടുത്തിട്ട് തലേ ദിവസം കഴുകിയിട്ട് കുതിർക്കാനിടുക. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുത്തേക്കാം. മുടിയിലായാലും ഫേസിലായാലും ഒരുപോലെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ് ഉഴുന്ന്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ്. ചെറിയൊരു ബൗളിൽ നമ്മൾ ചോറെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 സ്പൂൺ അളവിലൊക്കെ ചോറെടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് അരിയുടെ ചോറാണെങ്കിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ വെച്ചതോ തലേ ദിവസം വെച്ചതോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചോറ് നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആക്കാനും സ്ട്രെയിറ്റൻ ചെയ്യിക്കാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങയും ഞാനിപ്പോൾ ഏകദേശം 4 സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. തേങ്ങ അല്ലെങ്കിൽ തൈര് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം എടുത്ത് അരിഞ്ഞെടുത്തതാണ്. ബീട്രൂട്ട് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിക്കൊരു ഷൈനിങ് കിട്ടാനും കളർ കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിനായിട്ട് ഇനി ബീട്രൂട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒരല്പം വെള്ളം പോലും ചേർക്കാതെ ഇതെല്ലാം കൂടി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളം തന്നെ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്ന് കഴുകിയിട്ട് കുതിർക്കണമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഏത് പാക്കാണെങ്കിലും അരിച്ച് തന്നെ എടുക്കണം. ഞാനിപ്പോൾ അരിക്കുന്നത് കാണിക്കുന്നില്ല, അരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. കുറച്ച് തിക്ക് ഫോമിലായിരിക്കണം നമ്മുടെ പാക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കേണ്ട സമയത്ത് ഒരുപാട് വെള്ളം കൂടിയിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചോറ് ചേർത്ത് ഒന്നുകൂടി അരച്ചെടുത്ത് തിക്കാക്കിയാൽ മതി. പാക്കിൻ്റെ കളർ തന്നെ നല്ല അടിപൊളി കളറാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് പാക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയുടെ വെള്ള മാത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇന്നത്തെ പാക്കിൽ നിന്ന് മുട്ട സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ട ചേർത്തില്ല എന്ന് കരുതി റിസൾട്ട് കുറയുമെന്നൊന്നും വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ആ പ്രോട്ടീൻ്റെ റിസൾട്ട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയൊന്നും വേണ്ട. സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നല്ല അസ്സല് മഴയായിരുന്നു. ഒരുവിധം തോർന്നെന്ന് കണ്ടപ്പോൾ ഞാൻ പാക്കുമായിട്ട് ഇറങ്ങിയതാണ്. ഇനി കുറേശ്ശെയായിട്ട് നമുക്ക് ഈ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ മുഴുവൻ ആദ്യം തേച്ച് കൊടുക്കാം.
പിന്നെ ഇന്നത്തെ കെരാറ്റിൻ്റെ പാക്ക് നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുൻപായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കുന്നത് അതെടുത്തിട്ട് തേച്ച് കൊടുക്കാം. വളരെ കുറച്ച് തേച്ചാൽ മതി, ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ അത്യാവശ്യം ഡ്രൈ ആക്കുന്ന ഐറ്റംസാണ് ഈ ഉഴുന്നും ചോറും മുട്ടയും ഒക്കെ. തേങ്ങ കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ തേക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം ആണെങ്കിൽ ഒരുപാട് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. കാരണം കൂടുതൽ ഓയിലിയായാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ എടുത്ത പാക്ക് ഇത്തിരി കൂടുതലുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ കൂടി ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാകും. ആദ്യം നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കിയുള്ളത് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കാർമേഘം മൂടി നിൽക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചാലഞ്ച് മുഖ്യമായതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. പിന്നെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത പാക്കുകളൊന്നും നമ്മൾ മുടിയിൽ തേച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പാക്ക് നിർബന്ധമായിട്ട് നമ്മൾ മുടിയിലും തേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറണമെങ്കിൽ നമ്മൾ എന്തായാലും മുടിയിലും തേക്കണം. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ മുഴുവൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുടിയിലും തേച്ച് കൊടുക്കാം. മുടിയിൽ തേക്കുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഈ പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുടിയിലെ ഓയിൽ മുഴുവനായിട്ടും പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്തായി കിടക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഞാനിത് മുടിയിൽ മുഴുവൻ തേച്ച് കൊടുക്കട്ടെ. നമ്മളിപ്പോൾ പാക്ക് ഇടുന്ന ദിവസം അധികം നൈറ്റ് റുട്ടീനും അഥവാ മോർണിംഗ് റുട്ടീനൊന്നും അങ്ങനെ അധികമായി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം ചിലരൊക്കെ നമ്മൾ പാക്കുകൾ ഇടുന്ന ദിവസത്തിലാണെങ്കിലും ഈ ടോണർ ആയാലും അതുപോലെ ഈ സെറം അതൊക്കെ ഒരുപാട് തലയിൽ യൂസ് ചെയ്യും, രാത്രിയിലായാലും രാവിലെ ആയാലും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് മുടിക്കൊരു ഹെവി ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാക്കിൻ്റെ ആ ഒരു യഥാർത്ഥ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മുടിയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകിയിട്ട് നമ്മൾ ജടയൊക്കെ കളഞ്ഞ് നന്നായി ചീകി കെട്ടി വെച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ മുടിയിൽ മുഴുവൻ തേച്ച് കൊടുക്കട്ടെ. അങ്ങനെ മുടി മുഴുവൻ ഞാൻ ആ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു 10 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ മുടി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ തന്നെ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ മുടി നന്നായിട്ട് നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് വരാം. മഴ വീണ്ടും ചതിച്ചു ഗൈസ്. വാഷ് ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ കറണ്ടും പോയി, അസല് മഴയും. കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുള്ള റിസൾട്ട് ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.